ഫിലിം ഫെസ്റ്റിവലല്ലേ? ഇല്ല ഇല്ല, ഞാൻ സിനിമ കാണാൻ വേണ്ടി. ഉദ്ദേശം എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇഷ്ടമാണ്. അപ്പം അല്ല, എനിക്ക് ഒരു ആൻഡ്രോജൻ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തന്നെ ചെയ്ത്. കഴിയുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. കാരണം ഇതിപ്പോൾ ഒത്തിരി മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഓക്കെ, രണ്ട് പക്ഷമുണ്ട്. എൻ്റെ ഒരു കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നത് അധികവും ആ വേഷമിട്ട് വന്ന പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഓരോ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് നോക്കുമ്പോൾ പല രീതിയിൽ വേഷം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേഷം ഇടുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും. നമ്മളിപ്പോൾ പലപ്പോഴും നോക്കുന്നത് കംഫേർട്ടും മറ്റുള്ള അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലവർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യും, കംഫർട്ട് നോക്കില്ല. ചിലർ കംഫർട്ട് നോക്കും, അട്രാക്ഷൻ നോക്കില്ല. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ചങ്ങായി അട്രാക്ട് ആകപ്പെടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലോ, കാരണം ഒരാളുടെ അടുത്തേക്ക് മയക്കുകൊണ്ട് ആരും ചെന്നില്ല. ഈ പുള്ളിയുടെ അടുത്തേക്ക് ചെന്നില്ലേ, പുള്ളി ഒരു ബൊട്ടേക്കിൽ വർക്ക് ചെയ്യാമെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ പുള്ളി നാളത്തെ ഒരു വാഗ്ദാനമാണെന്ന് മനസ്സിലായി. പക്ഷേ അതിനകത്ത് നമ്മുടെ അവതാരകന്റെ ചോദ്യം, അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തവരുടെ ചോദ്യങ്ങൾ കേട്ടോ, ഇതെന്തെങ്കിലും പ്രത്യേകതരം അജണ്ടയാണോ, എന്തെങ്കിലും ഇതിൽ പ്രതികരിക്കാനാണോ? അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കുത്തി ചോദിക്കുക, എവിടെയാണ് ഫോൺ നമ്പർ പറയൂ, അല്ലെങ്കിൽ ഏത് ബൊട്ടക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് അവൻ്റെ കഞ്ഞിയിൽ പാറ്റിടുക എന്നൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നത് നീ എന്താണ് 9 എന്നുള്ള സ്റ്റൈലിലുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അത് കമന്റ് ബോക്സിലും പ്രതിഫലിക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് ആണുങ്ങളെ പറയിപ്പിക്കാൻ മീശ പഠിച്ച് കളയട, ഇത്തരം കുറേ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്താ സോഫയിലിട്ടേക്കുന്ന തുണി കൊണ്ടടിച്ച ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗം നോക്കൂ, മറ്റൊരു വ്യത്യസ്തനായിട്ട് അവൻ നടക്കുന്നില്ലേ? ചിലപ്പോൾ അവന് ഒരു സ്പ്രൈണത കൂടുതലായിരിക്കാം, പക്ഷെ അവൻ്റെ സംസാരത്തിൽ തോന്നുന്നില്ല. അതെന്തും ആയിക്കോട്ടെ, ഒരു മനുഷ്യനും വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആയി പോകുന്നതല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇയാളെ പറ്റിയല്ല. അത്യാവശ്യം സ്പ്രൈണ മനോഭാവമുള്ളവർ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആകുന്നവർ, അല്ലെങ്കിൽ ആ രീതിയിൽ ആണായിട്ടും പെണ്ണായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പെണ്ണായിട്ട് ആണായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരാരും സത്യത്തിൽ അത് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർ പലപ്പോഴും അവരുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കൊണ്ട് അവർ അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കേണ്ടതല്ലേ? അവർ മനുഷ്യരാണ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആൾ അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വെച്ചിട്ട് ഈ കമൻറ്റ് ബോക്സ് ഇങ്ങനെ പോകുന്നത് മലയാളികളുടെ ഒരു മോശം മനോഭാവമാണ് കാണിക്കുന്നത്. ആൾക്കാർ മാറേണ്ട സമയമായിട്ടുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട്.